സംസ്ഥാന വ്യാപകമായിട്ട് എല്ലാ നിത്യോപയോഗ സാധനങ്ങൾക്കും വൻതോതിൽ വില വർദ്ധിക്കുന്നതായിട്ട് അനുഭവപ്പെടുന്നു. എനിക്ക് തോന്നുന്നു കേരളത്തിൽ ആണ് രാജ്യത്തെ ഏറ്റവും വലിയ തോതിൽ വിലക്കയറ്റം അനുഭവിക്കുന്നത്, അല്ലെ? നമ്മുടെ രാജ്യത്തെ വിലക്കയറ്റ നിരക്ക് എന്ന് പറയുന്നത് 2.5% എന്നുണ്ടെങ്കിൽ കേരളത്തിൽ അത് 8% കൂടുതൽ എന്നുള്ള നിരക്കിലാണ് അനുഭവപ്പെടുന്നത്. ആ ഒരു വിലക്കയറ്റത്തിന്റെ കാര്യത്തിലും കേരളം നമ്പർ 1 ആയി മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. ഇതിന്റെ ധാർമ്മികമായിട്ടുള്ള ഒരു ഉത്തരവാദിത്വം ഇന്നും കേരളം ഭരിക്കുന്ന ഇടതുപക്ഷ സർക്കാർ ഏറ്റെടുക്കേണ്ടതല്ലേ? തീർച്ചയായും ഓണം കേരളത്തിന്റെ ദേശീയോത്സവമായ ഓണം അതിന്റെ പടിവാതിക്കൽ എത്തി നിൽക്കുകയാണ്. കാണം വിറ്റും ഓണം ഉണ്ണണമെന്നാണ് പഴഞ്ചൊല്ല്. പക്ഷെ കാണം വിറ്റാൽ പോലും ഓണം ഉണ്ണാൻ കഴിയാത്ത അവസ്ഥയിലാണ് മലയാളികൾ ഇപ്പോൾ ഉള്ളത് എന്നത് ഖേദകരമായി തന്നെ പറയേണ്ട ഒരു വസ്തുതയായിരിക്കും. പൊതുവിപണിയിൽ തകരാൻ വേണ്ടി ബാക്കി ഏതെങ്കിലും മേഖല ഉണ്ടാവും കേരളത്തിൽ? ഇല്ല, ഒരു മേഖലയില്ല. അതായത് പൊതുവിപണിയിൽ ഇടപെടുന്നതിൽ സർക്കാർ പൂർണ്ണമായും കേരളം നാട്ടിൽ വെളിച്ചെണ്ണ മലയാളിക്ക് ഉപയോഗിക്കാൻ പറ്റാത്ത കേരളം തിങ്ങുന്ന കേരള നാട്ടിൽ വെളിച്ചെണ്ണ വില 500-ലെത്തിയിരിക്കുന്നു. പൊതുവിപണിയിൽ നിത്യോപയോഗ സാധനങ്ങൾ മുഴുവൻ റോക്കറ്റ് പോലെ വില അരി ഒരു കാലത്തുമില്ലാത്ത വിലക്കയറ്റമാണ്. ബിരിയാണി അരി ഉൾപ്പെടെയുള്ള അരികൾക്ക് ഇരട്ടിയിലധികം വില. സുരേഖ, പൊന്നി, മട്ട തുടങ്ങിയ അരിക്ക് സാധാരണക്കാരന് അപ്രാപ്യമായി മാറിയിരിക്കുന്നു. പഞ്ചസാരയ്ക്ക് വില കൂടുതൽ, പച്ചക്കറിക്ക് വില കൂടുതൽ. ഒരു കാലത്ത് കേരളത്തിൽ ഉൽപ്പാദിപ്പിച്ചിരുന്ന നെല്ലിന്റെ ഉൽപാദനം ഗണ്യമായി കുറഞ്ഞിരിക്കുന്നു. എന്തായാലും കേരളത്തിലെ ഓണം ഉണ്ണണമെങ്കിൽ അല്ലെങ്കിൽ കേരളത്തിലെ കേരളത്തിലെ ജനങ്ങൾക്ക് ഭക്ഷണം ഒരു രണ്ട് കാര്യങ്ങളുണ്ട് അതിൽ. അത് അയൽ സംസ്ഥാനങ്ങളെ ആശ്രയിക്കേണ്ട അവസ്ഥയാണ്. ഒന്നാമത് പുതുതലമുറയാണ് കാർഷിക വൃത്തിയിലേക്ക് വരുന്നില്ല എന്നത് മാത്രമല്ല, ഉൽപാദനം നിർത്തുന്നതിൽ സംസ്ഥാന സർക്കാരിന് മുഖ്യ പങ്കുണ്ട്. കാരണം കർഷകർക്ക് ഒരു കമ്മ്യൂണിസ്റ്റ് നയങ്ങളാണോ ഈ പറയുന്നത്? തീർച്ചയായും കർഷകർക്ക് വ്യവസായങ്ങളെ പിന്നോട്ടടിച്ചെന്ന് മാത്രമല്ല, കർഷകർക്ക് അവർ ഉൽപ്പാദിപ്പിക്കുന്ന വിളകൾക്ക് കൃത്യമായി വില നൽകുന്നതിൽ സംസ്ഥാന സർക്കാർ പൂർണ്ണമായും പരാജയപ്പെട്ടു. നമുക്ക് നെൽകർഷകർ ഏറ്റവും കൂടുതലുള്ള പാലക്കാടും കുട്ടനാടും ഒക്കെ അവരുടെ അവസ്ഥ അതീവ ദയനീയമാണ്. സംഭരിക്കുന്ന നെല്ലിന് പോലും വില നൽകാൻ കഴിയാത്ത സാഹചര്യത്തിലേക്ക് കർഷകർ എത്തിയിരിക്കുന്നു. അവർ കാർഷിക വൃത്തി ഉപേക്ഷിച്ച് മറ്റു തൊഴിലിടങ്ങളിലേക്ക് പോകുന്ന ദയനീയമായ കാഴ്ച നമ്മൾ കാണുകയാണ്. ഇത്തരത്തിൽ പോയാൽ മലയാളിക്ക് വിലക്കയറ്റം കൊണ്ട് പൊറുതിമുട്ടി ആത്മഹത്യയിലേക്ക് മലയാളി എത്തുന്ന യുവാക്കൾ പൂർണ്ണമായും വിദേശ രാജ്യങ്ങളെയും യൂറോപ്യൻ രാജ്യങ്ങളെയും കാർഷിക വൃത്തിയിൽ നിന്ന് ഒരു പുതുതലമുറ പൂർണ്ണമായും മാറിയെന്ന് നമുക്ക് പറയാൻ കഴിയും. അത് മാത്രമല്ല കേരളം ഒരു വൃദ്ധസദനമായി മാറിക്കൊണ്ടിരിക്കുന്ന അവസ്ഥ. തീർച്ചയായും യുവാക്കൾ പലരും തൊഴിൽ തേടി, നല്ല ജീവിത സ്വപ്നങ്ങൾ തേടി, നല്ല ജീവിത സാഹചര്യം തേടി അവർ വിദേശങ്ങളിലേക്ക്. പക്ഷെ തള്ളുന്നതിൽ നമുക്കൊരു കുറവുമില്ല. നമ്മൾ എന്നിട്ടും തള്ളുന്നത് നമ്മൾ എല്ലാ മേഖലയിലും നമ്പർ 1. ഞാൻ പറഞ്ഞില്ലേ, മാർക്കറ്റിലേക്ക് പൊതുവിപണിയിലേക്ക് പോയാൽ പച്ചക്കറി കാരണം ഒരു 800 രൂപ 1000 രൂപ വെള്ളക്കരത്തിന്റെ കാര്യത്തിൽ നമ്പർ 1 ആണ്. വെള്ളക്കരം നമ്മൾ അതെല്ലാം മാറ്റി മാർക്കറ്റിലേക്ക് പോകുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന പച്ചക്കറിക്ക് തീപിടിച്ച വില, അരി, പലവ്യഞ്ജനങ്ങൾ, ഇതൊക്കെ എങ്ങനെ സാധാരണക്കാരൻ, കാരണം ജോലിയില്ലാത്ത അവസ്ഥയാണ് സാധാരണക്കാരൻ. ഒരു കൂലിപ്പണിക്കാരന്റെ അവസ്ഥ അതീവ ദയനീയമാണ്. ആത്മാഭിമാനം പണയം വെച്ച് അവൻ പലരോടും പുറത്തു പറയാത്തതാണ്. ആത്മാഭിമാനം ഒരുത്തന്റെ മുന്നിൽ പണയം വെക്കാൻ കഴിയാത്തതുകൊണ്ട് ബ്ലേഡ് മാഫിയ മുൻകാലങ്ങളില്ലാത്തതുപോലെ കേരളത്തിൽ പടർന്നു പിടിക്കുകയാണ്. ഓപ്പറേഷൻ കുബേരയൊക്കെ നിർത്തിയതുകൊണ്ട് ബ്ലേഡ് മാഫിയ പടർന്നു പിടിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. ഞാനിത് മുഖ്യമന്ത്രി പിണറായി വിജയനെ കുറ്റപ്പെടുത്തി പറയല്ല, അദ്ദേഹത്തിന് നിയന്ത്രിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിലേക്ക് എത്തുന്നു. കാരണം ആളുകൾക്ക് വേറെ മാർഗമില്ല. കാരണം ഇത്തരത്തിൽ കേരളം വിടുന്ന സാഹചര്യത്തിലേക്ക്, കാരണം ആരെ കയ്യിലും പണമില്ലാത്തൊരവസ്ഥ. കാരണം ഇത്തരത്തിൽ നിത്യോപയോഗ സാധനങ്ങൾ മറ്റൊരു വസ്തുത ഇതിന്റെ 1 കിലോ സുരേഖാരിയുടെ വില 55 രൂപ, പൊന്നിയരിക്ക് 65 രൂപ, മട്ടയരിക്ക് തീർച്ചയായും ഒരു മയക്കുമരുന്ന് വ്യാപാരത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ് കാണുന്നത്. ഹാഷ് പോസ്റ്റ് ലൈഫിന് വേണ്ടി മയക്കുമരുന്നിലേക്കും മോഷണത്തിലേക്കും പിടിച്ചുപറിയിലേക്കും ഒരു ചെറിയ വിഭാഗം എന്നുള്ളത് വ്യാപകമായി മാറിക്കൊണ്ടിരിക്കുന്നു. തീർച്ചയായിട്ടും. ബ്ലേഡ് മാഫിയെ കുറിച്ച് പറഞ്ഞു. സംസ്ഥാനത്തെ ബാങ്കുകൾ ഒന്നും തന്നെ സാധാരണക്കാർക്ക് ലോൺ നൽകാനായിട്ട് ഒരു വിമുഖത കാണിക്കുന്നു. നമ്മൾ വിഷയത്തിൽ തന്നെയാണ്, നമ്മൾ വിലക്കയറ്റമാണ് നമ്മളെ വിഷയം. അതായത് പൊതു മാർക്കറ്റിൽ ഇടപെടാൻ സംസ്ഥാന സർക്കാരിന് കഴിയുന്നില്ല എന്നത് യാഥാർത്ഥ്യമാണ്. സപ്ലൈകോ വഴി ഓണത്തിനും ക്രിസ്മസിനും റംസാനും മാത്രം ഒരു കിറ്റ് കൊടുത്തതുകൊണ്ടോ അല്ലെങ്കിൽ 2 രൂപ വില കുറച്ച് കൊടുത്തതുകൊണ്ടോ കാര്യമില്ല. പൊതുവിപണിയിൽ കൃത്യമായി സർക്കാർ ഇടപെട്ട് പൊതുവിപണിയിൽ ഇടപെട്ട് ആളുകൾക്ക്
നിത്യോപയോഗ സാധനങ്ങളെങ്കിലും കുറഞ്ഞ നിരക്കിൽ റേഷൻ കട വഴി റേഷൻ കട വഴി വിതരണം ചെയ്താൽ മാത്രമേ സാധാരണക്കാരന് അവന്റെ പ്രയാസങ്ങളും ദുഃഖങ്ങളും ദുരിതങ്ങളും പരിഹരിക്കാൻ സർക്കാരിന് കഴിയൂ. അത് കഴിയാത്തൊരു സർക്കാർ കേരളം ഭരിച്ചുകൊണ്ടിരിക്കുമ്പോൾ സർക്കാരിന്റെ പരാജയത്തിന്റെ പരിണിത ഫലമാണ്, അല്ലെങ്കിൽ സർക്കാർ എല്ലാ മേഖലയിലും പരാജയപ്പെട്ടതിന്റെ പരിണിത ഫലമാണ് കേരളം ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിനൊരു മാറ്റം വരണമെങ്കിൽ പൊതുവിപണിയിൽ സർക്കാർ ഇടപെടണം. കേരളത്തിന്റെ കാർഷിക മേഖലയിലേക്ക് പുതുതലമുറയെ ആകർഷിക്കാനുള്ള പദ്ധതികൾ ഉൽപാദനം വർദ്ധിപ്പിക്കണം, ഉൽപാദന ക്ഷമത വർദ്ധിപ്പിക്കണം. കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതല്ലേ, ഒരു കൊല്ലത്തെ ഒരു യുവതി അവരുടെ വീട് പണിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ടൈൽ നിരത്താൻ വേണ്ടിയിട്ട് വൻതോതിലുള്ള ഈ നോക്കുകൂലിയാണ്. അതായത് എന്റെ സുഹൃത്താണ് അവര്, പ്രിയ വിനോദ്. അവര് ഒരു അധ്യാപികയാണ്. എങ്ങനെയാണ് എല്ലാ വ്യവസായത്തോടും മുഖം തിരിഞ്ഞു നിൽക്കുന്ന ഒരു സമീപനമല്ലേ നമ്മൾ അധ്യാപിക സ്ത്രീക്ക് തന്റെ വീട്ടിന്റെ നിലത്ത് പാകാനുള്ള തറയോട് കൊണ്ടുവരുന്നതിൽ അത് ഇറക്കാൻ നോക്കും. അപ്പൊ എങ്ങനെയാണ് വ്യവസായം ഒരു വ്യവസായം കേരളത്തിൽ വരുന്നില്ല. അടുത്ത സംസ്ഥാനമായ തമിഴ്നാട്ടിലും കർണാടകയിലും പുതിയ പുതിയ ഒരു മയക്കുമരുന്നിന്റെ ഒരു ഹബ്ബായി മാറിയിട്ടുണ്ട് കേരളത്തിന്റെ യുവതലമുറയിൽ പണം ഉണ്ടാക്കാൻ പറ്റുന്ന എളുപ്പ വഴിയായി ഇത്. ഒരു പക്ഷേ ഒരു മയക്കുമരുന്നിന്റെ ഹബ്ബായി മാറിയെന്ന് അടിവരയിട്ട് പറയുമ്പോഴും ഇപ്പോൾ കേരളത്തിലെ എക്സൈസ് വകുപ്പും പോലീസും ഉണർന്ന് പ്രവർത്തിച്ച് ഒരു പരിധിവരെ അതിനെ അടക്കുന്നുണ്ട് എന്നൊരു യാഥാർത്ഥ്യം നമ്മൾ മറച്ചു വെക്കുന്നത്. അല്ല, ഒരിക്കലും അങ്ങനെയല്ല നമുക്ക് പറയാൻ കഴിയില്ല. കാരണം അതിന്റെ സപ്ലൈയെ കട്ട് ചെയ്യാൻ കഴിയുന്നില്ല. ഒരു ക്യാരിയേഴ്സിനെ പിടിക്കുന്ന വൻകിട മാഫിയയെ അവർ ചെയ്യാൻ സർക്കാർ അത് രാഷ്ട്രീയ രംഗത്തുള്ളയും സിനിമാ രംഗത്തുള്ളയും പ്രമുഖരാണ് അതിന്റെ പിന്നിൽ ഉൾപ്പെട്ടിരിക്കുന്നത്. അവരെ തൊടാൻ ഗവൺമെന്റ് അവരെ തൊട്ടിട്ടുണ്ടെങ്കിൽ ഗവൺമെന്റ് കൈകൊള്ളും. അതുകൊണ്ട് ഗവൺമെന്റ് ജസ്റ്റ് ഒരു ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒരു കേരളത്തിനകത്ത് എക്സൈസും പോലീസും ഉണർന്നു പ്രവർത്തിക്കുന്നുണ്ട്. പക്ഷേ ഇതിലേക്ക് എത്തിക്കുന്ന വൻകിട മാഫിയെ പിടിക്കാൻ കഴിയുന്നില്ല എന്നൊരു യാഥാർത്ഥ്യമാണ്. ചില വൻ സ്രാവുകളെ കണ്ടെത്താനും അവർ അറസ്റ്റ് സാധിച്ചിട്ടില്ല എന്നത് മറച്ചു വെക്കുന്നില്ല. പക്ഷേ നമ്മൾ വീണ്ടും വിലക്കയറ്റിലേക്ക് തന്നെ വരുമ്പോൾ കേരളത്തിൽ ആകമാനം വിലക്കയറ്റം, റേഷൻ കടകൾ വഴി നിത്യോപയോഗ സാധനങ്ങൾ ഒരു പരിധി വരെയെങ്കിലും വിതരണം ചെയ്താൽ മാത്രമേ ഒരു അറുതി വരുത്താൻ കഴിയൂ. അതിന് സംസ്ഥാന സർക്കാരിന് കഴിയുന്നില്ല. പൊതുവിപണിയിൽ ഇടപെടാൻ സർക്കാരിന് കഴിയാത്തിടത്തോളം കാലം വിലക്കയറ്റം ഇനിയിപ്പോൾ ഓണം അടുത്തോടുകൂടി വിലക്കയറ്റം വീണ്ടും വർദ്ധിക്കും. റോക്കറ്റ് പോലെ നിത്യോപയോഗ സാധനത്തിന്റെ വില കുതിച്ചു വരുമ്പോൾ എന്ത് ചെയ്യാൻ കഴിയും സർക്കാരിന് എന്നതാണ് ജനങ്ങൾ നോക്കി നിൽക്കുന്നത്. സർക്കാർ കൈമലർത്തുകയാണ്. സിവിൽ സപ്ലൈസ് വകുപ്പിന് ഈ വിഷയത്തിൽ അടിയന്തരമായി ഇടപെട്ടേ മതിയാകൂ. അതായത് ഇനിയും എത്ര നാളെ നമുക്ക് ഈ പറയുന്ന ബിവറേജ് ആയിട്ടും ലോട്ടറിയുമായിട്ടും നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയും. കേരളത്തിന്റെ പ്രധാന വരുമാന മാർഗം അതായത് കേരളത്തിലെ ജനങ്ങളൊക്കെ തീരുമാനിച്ചു ഞങ്ങൾ കുടിക്കുന്നില്ല എന്ന് തീരുമാനിച്ചാൽ എന്ത് ചെയ്യും? മറ്റൊന്ന് NRI റെമിറ്റൻസ് ആണ്. NRI റെമിറ്റൻസിനും വൻതോതിൽ കുറവ് അനുഭവപ്പെട്ടിരുന്നുണ്ട്. ഗൾഫ് രാജ്യങ്ങളിൽ സാമ്പത്തിക മാന്ദ്യം വളരെ രൂപത്തിൽ സാധാരണക്കാരായ തൊഴിലാളികളെ ബാധിച്ചിട്ടുണ്ട്. പഴയ പോലെയല്ല, ബഹ്റൈനെ പോലെയുള്ള. അത് മാത്രമല്ല 35 ലക്ഷം ബംഗാളികൾ വൻതോതിൽ പണം അവരുടെ നാട്ടിലേക്ക് ഫ്ലോ വരുന്നു. അതുമൂലം കേരള എക്കോണമിയെ വൻതോതിൽ ബാധിച്ചുകൊണ്ടിരിക്കുന്നു. അതുമാത്രമല്ല ഗവൺമെന്റിന് ഈ പറയുന്ന ഒരു കാലത്ത് കേരളത്തിന്റെ സാമ്പത്തികത്തിന്റെ നാഡീ വ്യവസ്ഥകളായിരുന്ന മേഖലകൾ, കാർഷിക മേഖല, അതായത് തെങ്ങ് കൃഷി ഒക്കെ നഷ്ടത്തിൽ നിന്ന് നഷ്ടത്തിലേക്ക് കൂപ്പുകുത്തുകയാണ്. തെങ്ങ് കൃഷിക്കാർക്ക് വില കിട്ടുന്നില്ലെങ്കിലും വെളിച്ചെണ്ണയ്ക്ക് വില 500-ന് എത്തിയിട്ടുണ്ട്. ഇത് സാധാരണക്കാരായ കർഷകർക്ക് ഇത് ലാഭമൊന്നും ലഭിക്കുന്നില്ല. എന്ത് ലാഭം ലഭിക്കുന്നത്? ഈ വെളിച്ചെണ്ണത്തിന് 400% ടാക്സ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. മദ്യത്തിന്റെയും മദ്യവും ലോട്ടറി ഇല്ലെങ്കിൽ കേരളത്തിന്റെ അവസ്ഥ എന്തായിരുന്നു? അതായത് ഈ ഓണക്കാലത്ത് പോലും പൊതുവിപണിയിൽ ഇടപെടാൻ കഴിയാതെ ഉഴലുന്ന സർക്കാരിന്റെ മുന്നിൽ കേരളത്തിലെ ജനങ്ങൾ നട്ടം തിരിയുകയാണ്. കാരണം ജനങ്ങളെ ജീവിക്കണ്ടേ, അതിന്റെ സാഹചര്യം ഒരുക്കേണ്ട സർക്കാരല്ലേ. സർക്കാരിന് അതിന് കഴിയുന്നില്ല എന്ന് മാത്രമല്ല, ഈ സമയങ്ങളിൽ കരിഞ്ചന്ത വ്യാപകമായി നടക്കുന്നുണ്ട്. കർണാടകയിൽ പോലെ, തമിഴ്നാടിനെ പോലെ, ആന്ധ്രയെ പോലെ കേരളത്തിലേക്ക് അരിയും പച്ചക്കറിയും പലവ്യഞ്ജനങ്ങളും എത്തിക്കുന്ന സംസ്ഥാനങ്ങളിലെ കരാറുകാർ അല്ലെങ്കിൽ ഇടനിലക്കാർ സാധനം പൂഴ്ത്തിവെക്കുന്നുണ്ട്. അത് തടയാൻ നടപടി സ്വീകരിക്കുന്നില്ല. സംസ്ഥാന സർക്കാരിനത് തടയണമെങ്കിൽ, കേരളത്തിലെ സർക്കാരിന് തടയണമെങ്കിൽ കേരളത്തിൽ ഉൽപ്പാദനം വർദ്ധിക്കണം. കേരളത്തിന് സ്വന്തമായി അരി ഉൽപ്പാദിപ്പിക്കാൻ. വെളിച്ചെണ്ണയുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഈ വെളിച്ചെണ്ണ വൻതോതിൽ വില വർധനവിൽ അനുഭവപ്പെട്ടതോടുകൂടി ഹോട്ടലുകാർ, അതോടൊപ്പം തന്നെ ഈ പറയുന്ന കഫേ, അതുപോലുള്ള ഈ പലചരക്ക് വ്യാജ എണ്ണകളുടെ കുത്തൊഴുക്കാണ് കേരളത്തിൽ. വ്യാജ എണ്ണകൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഭക്ഷണങ്ങൾ ഈ പറയുന്ന ഹോട്ടൽ ഉടമകൾ നിർമ്മിക്കുന്നത്. അത് ഹോട്ടൽ ഉടമകൾ നിർമ്മിക്കുന്നത് മിക്ക ഹോട്ടലുകളിലും അവിടെ ഈ പറയുന്ന ഇതെല്ലാം നടപ്പാക്കുന്നത് ബംഗാളികളാണ്. ബംഗാളികളുടെ ആ ഒരു വൃത്തിഹീനമായിട്ടുള്ള ഒരു സാഹചര്യം, അതോടൊപ്പം തന്നെ ഇത്തരം വൃത്തിഹീനമായിട്ടുള്ള വ്യാജ ഓയിൽ ഉപയോഗിച്ചുകൊണ്ട് ഭക്ഷണ പദാർത്ഥങ്ങൾ കേരളത്തിലെ തെങ്ങ് കൃഷി ഏറ്റവും കൂടുതൽ തെങ്ങ് കൃഷിയുള്ള സംസ്ഥാനമാണ് കേരളം. ആരോഗ്യത്തെ നശിപ്പിക്കുന്നു. ആ കേരളത്തിലാണ് വെളിച്ചെണ്ണയ്ക്ക് റോക്കറ്റ് പോലെ മാരകമായിട്ടുള്ള അസുഖങ്ങൾക്ക് അടിമകളാക്കുന്നു.
ഈ ഇത്തരം അസുഖങ്ങൾക്ക് അടിമകളായതിനു ശേഷം നമ്മൾ അഭയം പ്രാപിക്കുന്നത് പ്രൈവറ്റ് ഹോസ്പിറ്റലുകളിലെ അഭയം പ്രാപിക്കുന്നു. നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു വസ്തു എന്ന് പറയുന്നത് വൻതോതിൽ ഈ പറയുന്ന ഹോസ്പിറ്റൽ ശൃംഖലകൾ വർദ്ധിച്ചു വരുന്നുണ്ട്. കേരളത്തില് ഹോസ്പിറ്റൽ ശൃംഖലകൾക്ക് കേരളത്തിൽ ഒരു കാലത്ത് ഭക്ഷണം പാചകം ചെയ്യാൻ ഉപയോഗിച്ചത് പൂർണ്ണമായും വെളിച്ചെണ്ണയിലായിരുന്നു. വെളിച്ചെണ്ണ ഉപയോഗിച്ചാണ് വീടുകളിലും ഹോട്ടലുകളിലും അടക്കം, അതായത് മുൻകാലങ്ങളിൽ പാചകം ചെയ്തിരുന്നത്. ഇന്നത് പാമോയിലേക്കും സൂര്യകാന്തി എണ്ണയിലേക്കും ഒക്കെ മാറുമ്പോൾ ഈ പാമോയിലും സൂര്യകാന്തി എണ്ണയും എത്രത്തോളം ജെന്യൂനാണ്, അല്ലെങ്കിൽ അത് എത്രത്തോളം സൂര്യകാന്തി വിത്തിൽ നിന്നാണ് ശേഖരിച്ചത് എന്നതിനൊരു പഠനം സർക്കാർ നടത്തണം. ഞാൻ പറഞ്ഞു വരുന്നത്, വെളിച്ചെണ്ണയുടെ വില നിയന്ത്രിക്കാൻ സർക്കാർ അടിയന്തരമായി നടപടി സ്വീകരിച്ചേ മതിയാകൂ. വെളിച്ചെണ്ണയ്ക്ക് ഇത്രത്തോളം കേരം തെങ്ങും കേരള നാട്ടിലാണ് വെളിച്ചെണ്ണയ്ക്ക് തൊട്ടാൽ പൊള്ളുന്ന വില ഈടാക്കുന്നത്. ഇതിന് സർക്കാർ ഇടപെടൽ നടത്തണം. കേര ഫെഡ് വഴി വെളിച്ചെണ്ണ കൂടുതൽ ഉൽപാദനം നടത്തി പൊതുവിപണിയിലേക്ക് വില കുറച്ച് ബന്ധപ്പെട്ടുകൊണ്ട് ഫണ്ട് വകമാറ്റി ചെലവഴിച്ചു എന്നുള്ളതിന്റെ റിപ്പോർട്ട് കഴിഞ്ഞ ദിവസം പുറത്തു വന്നതാണ്. അത്തരത്തിൽ കേര ഫെഡ് വഴി കൂടുതൽ വെളിച്ചെണ്ണ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഈ പറയുന്ന വികസന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഫണ്ട് കണ്ടെത്താൻ സർക്കാർ വലയുന്ന ഒരു അവസ്ഥയാണ് കാണുന്നത്. അവിടെ വിലക്കയറ്റം കൊണ്ട് പൊറുതിമുട്ടുന്ന ജനങ്ങളുടെ തലയിൽ ഇതും കൂടി അടിച്ചേൽപ്പിക്കുന്നത് എത്രത്തോളം ഭൂഷണമാണ് നമ്മൾ മനസ്സിലാക്കണം. എന്നിരുന്നാലും രണ്ട് വ്യവസായങ്ങൾ കേരളത്തിൽ വളരുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. ഒന്ന് ഈ പറയുന്ന ഭക്ഷണ പദാർത്ഥങ്ങൾ നൽകുന്ന കഫേകളാണ്. ഈ കഫേകളിൽ നേരത്തെ മുൻകാലങ്ങളിൽ നിന്ന് വിഭിന്നമായി കേരളത്തിന്റെ ഭക്ഷണ രീതി പൂർണ്ണമായി മാറിയിരിക്കുന്നു. അതായത് അറേബ്യൻ ഭക്ഷണത്തോട് കേരളീയർക്കുള്ള പ്രിയം മുതലെടുത്ത് ഒരു ഭാഗത്ത് ഭക്ഷണ ശൃംഖല തഴച്ചിടുമ്പോൾ മറുഭാഗത്ത് തഴച്ചിടുന്ന സ്വകാര്യ ആശുപത്രികളാണ്. ആ ആശുപത്രികളിലേക്ക് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഭക്ഷണങ്ങൾ കഴിച്ച് നമ്മൾ നേരെ ഇത്തരത്തിലുള്ള ആശുപത്രികളിലേക്ക് കടന്നു 500 രൂപയ്ക്ക് പൊതുവിപണിയിൽ ആണ് വെളിച്ചെണ്ണ ലഭിക്കുന്നെങ്കിൽ തൊട്ടടുത്ത കടയിൽ അല്ലെങ്കിൽ ആ കടയിൽ തന്നെ 140 രൂപയ്ക്ക് സൂര്യകാന്തി എണ്ണ ലഭിക്കുമ്പോൾ അത് വാങ്ങിയിട്ടാണ് ഹോട്ടൽ ഭക്ഷണം പാചകം ചെയ്തത്. ഈ പൊതുവിപണിയിൽ വെളിച്ചെണ്ണ വില കുറച്ച് നൽകണമെങ്കിൽ സർക്കാരിന്റെ മുന്നിൽ ഒറ്റ മാർഗം മാത്രമേ ഉള്ളൂ. കേര ഫെഡ് വഴി കൂടുതൽ നാളികേരം സംഭരിക്കുന്നു, എന്നിട്ട് വെളിച്ചെണ്ണയാക്കി വില കുറച്ച് ഒരുപക്ഷെ നഷ്ടം സഹിച്ചും അത് ജനങ്ങളിലേക്ക് എത്തിക്കാൻ സർക്കാർ ശ്രമിക്കണം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഓണം അടുത്തിരിക്കുന്നു. കാണം വിറ്റും ഓണം ഉണ്ണണമെന്ന പഴഞ്ചൊല്ല് നേരത്തെ ഉണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ അത് വിറ്റുപോലും ഓണം ഉണ്ണാൻ കഴിയാത്ത സ്ഥിതിയാണ്. കേരളത്തിലെ പൊതുവിപണിയിൽ വിലക്കയറ്റം കൊണ്ട് പൊറുതിമുട്ടുമ്പോൾ നിത്യോപയോഗ സാധനങ്ങളുടെ വില റോക്കറ്റ് കണക്കെ വാണം കണക്കെ കുതിച്ചു വരുമ്പോൾ അത് തടഞ്ഞു നിർത്താൻ സർക്കാരിന് കഴിയുന്നില്ല. സർക്കാർ പൂർണ്ണമായും പരാജയപ്പെട്ടിരിക്കുന്നു. കേരളീയന്റെ ദേശീയോത്സവമായ ഓണത്തിന് പോലും ഭക്ഷണം കഴിക്കാതെ പട്ടിണി കിടക്കേണ്ട സാഹചര്യത്തിലാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. ഇതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം കഴിഞ്ഞ 9 വർഷക്കാലമായി കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്ന പിണറായി വിജയനും അതോടൊപ്പം തന്നെ ഇടതുപക്ഷ സർക്കാരും ഒരു ചെറിയൊരു ശതമാനം കേന്ദ്രം ഭരിച്ചുകൊണ്ടിരിക്കുന്ന NDA സർക്കാരുമാണ്.